അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ബട്ടർ ഗാർലിക് മസാല മഷ്റൂം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മഷ്റൂം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് എൻഹാൻസറാണ് ഈ ബട്ടർ. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആക്കി കളയും. അപ്പം ബട്ടറിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. അതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടണം. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നല്ലൊരു ടേസ്റ്റ് എൻഹാൻസറാണ് ഈ കുരുമുളക് പൊടി ഇതിൽ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ പെപ്പറിനെ അതായത് ഈ മഷ്റൂമിനെ നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇപ്പം ഗാർലിക്കും ബട്ടർ ഗാർലിക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതൊന്ന് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. കണ്ടില്ലേ? അപ്പം അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ആയിക്കഴിഞ്ഞു, നമ്മുടെ ബട്ടർ ഗാർലിക് മസാല മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സെലറി, അതായത് സ്പ്രിംഗ് അണിയൻ്റെ ലീവ്സ്, പാസ്ലി അതൊക്കെ ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബട്ടർ ഗാർലിക് മസാല മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു.